മാർട്ടിയുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. കോളേജ് വിദ്യാർത്ഥിയായ മാർട്ടിക്ക് ഒരു പ്രണയമുണ്ട്. മാർട്ടിയുടെ സുഹൃത്തും സയൻറ്റിസ്റ്റുമായ ഡോക്ടർ എമ്മറ്റ് ബ്രൗൺ ഒരു ടൈം മെഷീൻ കാർ കണ്ടുപിടിക്കുന്നു. ടൈം ട്രാവൽ ചെയ്യാനാവശ്യമായ പ്ലൂട്ടോണിയം ബ്രൗൺ ഒരു ലിബിയൻ തീവ്രവാദികളിൽ നിന്ന് മോഷ്ടിച്ചതായിരുന്നു. എന്നാൽ ടൈം മെഷീൻ മാർട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനിടയിൽ വെച്ച് ബ്രൗണിനെ തീവ്രവാദികൾ വകവരുത്തുന്നു. കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മാർട്ടി അബദ്ധവശാൽ ടൈം മെഷീൻ ഓണാവുകയും അതിൽ സെറ്റ് ചെയ്തിരുന്ന ഡേറ്റയായ 1955 പോവുകയും ചെയ്യുന്നു. അങ്ങനെ 1955 മാർട്ടി ടൈം ട്രാവൽ ചെയ്യുന്നു. അവിടെ വെച്ച് മാർട്ടിയുടെ കൗമാരക്കാരായ ഭാവി അച്ഛനെയും അമ്മയും കണ്ടുമുട്ടുന്നു. 1955 എമ്മറ്റ് ബ്രൗണിൻ്റെ സഹായത്തോടെ വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ യുവതിയായ മാർട്ടിയുടെ അമ്മയ്ക്ക് അവനോട് പ്രണയം തോന്നി തുടങ്ങുന്നതോടെ കാര്യങ്ങൾ കൂടെ കുഴപ്പത്തിലേക്ക് പോകുന്നു. 1985 ഇംഗ്ലീഷിലിറങ്ങിയ ടൈം ട്രാവൽ മൂവിയാണ് ബാക്ക് ടു ദ ഫ്യൂച്ചർ. ഒരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ സിനിമ എന്നതിലുപരി വളരെ ലളിതമായ ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രം കൂടിയാണ് ബാക്ക് ടു ദി ഫ്യൂച്ചർ. 1985 നിന്ന് ടൈം ട്രാവൽ ചെയ്ത് 1955 എത്തുമ്പോൾ രണ്ട് കാലഘട്ടവും വളരെ മികച്ച രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നു. സ്ഥലങ്ങളുടെ മാറ്റവും ആളുകളുടെ വളർച്ചയും എല്ലാം രസകരമായി തന്നെ എടുത്തിരിക്കുന്നു.